ഹായ് ഓൾ. പഞ്ചവത്സര പദ്ധതി ഡയറക്റ്റഡ് ബൈ പ്രേംലാൽ. ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സിജു വിൽസൺ, പിന്നെ സുധീഷ്, പി കുഞ്ഞികൃഷ്ണൻ, സിബിൽ തോമസ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ശരിക്കും ഈ സിനിമയ്ക്ക് പഞ്ചവത്സര പദ്ധതി നല്ല പേരിടേണ്ടിയിരുന്നത് കലംബാസുര വധം എന്നായിരുന്നു. സിജു വിൽസൺ എന്തിനാണ് ഇങ്ങനത്തെ സിനിമയ്ക്ക് തല വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വിനയന്റെ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയ നടനാണ് സിജു വിൽസൺ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ മികച്ച സ്ക്രിപ്റ്റ് നോക്കി സെലക്ട് ചെയ്യണമായിരുന്നു. ഇത് വീണ്ടും പുള്ളി യൂട്ടേൺ അടിച്ച് പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിരിക്കുക. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമമുണ്ട്. അവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. കലമ്പേരി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. തികച്ചും സാധാരണക്കാരാണ് അവിടെ ഉള്ളവർ. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് നമ്മുടെ നായകൻ സിജു വിൽസൺ. അതുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ഇതിൽ സിജു വിൽസണിന്റെ കൂടെ അഭിനയിച്ച ഹൈറ്റ് കുറഞ്ഞൊരു ആളുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നന്നായിരുന്നു. പിന്നെ സുധീഷ് ചെറിയൊരു റോളിലാണ്, ഒരു ശില്പിയുടെ റോളിലാണ്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിലെ നായിക പുതുമുഖമാണെന്ന് വിചാരിക്കുന്നു, എനിക്ക് അറിയില്ല. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ മാത്രമുള്ള റോളൊന്നും ഇതിലില്ലായിരുന്നു. പിന്നെ കലംബാസുരൻ അതൊരു മിത്ത് കഥാപാത്രമാണ്. സെക്കൻഡ് ഹാഫ് ഫുള്ള് കലംബാസുരൻ നിറഞ്ഞ ആടുകയാണ്. ഈ സിനിമയിൽ പൊളിറ്റിക്കലായും സോഷ്യലായും കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സിനിമയിൽ ഒരു സീനിൽ എനിക്ക് കറുത്ത രാക്ഷസനെ വേണ്ട, വെളുത്ത രാക്ഷസനെ മതി എന്ന് പറയുന്നുണ്ട്. അത് സത്യഭാമയ്ക്കുള്ള ഒരു കൊട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പട്ടേൽ പ്രതിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രതിമ ഉണ്ടാക്കുന്നതാണ് ട്രെൻഡ് എന്ന് പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു മിത്ത് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് കലംബാസുരൻ. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഈ കലംബാസുരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. വിശ്വാസത്തെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു ഏവറേജിന് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇതൊരു തിയേറ്ററിൽ പോയി കാണാൻ മാത്രമുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ റിവ്യൂമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.